ഇപ്പൊ ജിൻഡോ ജോൺ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം യെസ്, അതായത് അത് മൊത്തം പൊതുസമൂഹത്തിന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ഇത് ഏറ്റവും കപടമായ ചോദ്യമാണ്. റേപ്പിസ്റ്റുകളെ സെക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഏറ്റവും കപടമായ ചോദ്യമാണ്. എന്താണെന്നറിയോ, കഴിഞ്ഞ മാസം ഇതിന്റെ വാർത്തകൾ ഇങ്ങനെ എയറിൽ വന്ന സമയത്ത് അന്ന് പറഞ്ഞെന്തായിരുന്നു അറിയോ? ആരും ഇല്ലല്ലോ, ആരും വെളിയിൽ വന്നിട്ടില്ലല്ലോ എന്നായിരുന്നു. റിനിയുടെ വെളിപ്പെടുത്തലോടെ വെളിയിൽ വന്നപ്പോൾ അടുത്ത ചോദ്യം, ആരെങ്കിലും പോലീസിൽ പരാതി കൊടുത്തു എന്നാണ്. ഇനി ഇന്നോ നാളെയോ ഒരാൾ പോലീസിൽ സ്റ്റേറ്റ്മെന്റോ പരാതിയോ കൊടുത്താൽ അപ്പൊ പറയും എന്താണെന്നറിയോ, പോലീസിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നില്ലല്ലോ എന്ന് പറയും. ഫൈനൽ റിപ്പോർട്ട് വന്ന് കോടതി വിചാരണയ്ക്ക് എടുത്താൽ അപ്പോൾ ഇവരെന്താ പറയാ, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നാണ് പറയാ. ദിലീപിന്റെ കേസിൽ ഇപ്പൊ അങ്ങനെയാ പറയുന്നത്. ഇനി കോടതി ശിക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? എല്ലാ വിധിന്യായങ്ങളും സത്യസന്ധമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബൂർഷ്വാ കോടതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നെ വിശ്വാസമുണ്ടോ എന്ന്. ഇതിന് വളരെ ലളിതമാണ്. മാധു പറഞ്ഞതുപോലെ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ രണ്ടു കൂട്ടരും ഒരുപോലെയാണെന്ന് കരുതി നിങ്ങൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷപാതിയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രാഷ്ട്രീയത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ തുല്യമായ റെപ്രസെന്റേഷൻ ഇല്ലാത്ത ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അനീതികളിൽ രണ്ടുപേർക്കും ഒരേപോലുള്ള അവസരമാണെന്ന് കരുതി പറയുന്ന നിങ്ങൾ അക്രമകാരികളുടെ കൂടെയാണ്. ഈ റിനി എന്ന് പറഞ്ഞ കുട്ടിയെ, ആ ചെറുപ്പക്കാരിയെ നോക്കൂ നിങ്ങൾ. രാഹുൽ ഗാന്ധിയോട് വരെ അടുത്ത സൗഹൃദമുള്ള, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ടോപ്പ് ലീഡറായ വി.ഡി. സതീശനുമായി അടുത്ത് ബന്ധമുള്ള, പിതാവിനെ പോലെയാണെന്ന് പറയുന്ന കുട്ടി 4 വർഷത്തിൽ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്നു ഇത് പറയാൻ. ചിരിച്ചു എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. ഇത്ര സന്തോഷത്തോടെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആരെങ്കിലും അപ്പോ കരയണമെന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടിൽ കുത്തിയിരിക്കണം എന്നുള്ളതാണ്. റേപ്പ് ചെയ്യപ്പെട്ടാൽ ഡെറ്റോൾ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞ മാധവിക്കുട്ടി മരിച്ചുപോയിട്ട് കുറച്ചു കാലമായി. ചിരിച്ചുകൊണ്ട് തന്നെ അക്രമകാരികൾക്കെതിരെ പരാതി പറയും, പുറത്തു വരുമെന്നുള്ള തീരുമാനത്തിലുള്ളവരാണ് പുതിയ കാലത്തെ കുട്ടികൾ. അതാണ് ഇവർക്ക് മനസ്സിലാവാത്തത്. ഇനി ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഇന്നത്തെ ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തലോടെ ഈ കേസ് കൃത്യമായി മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മൾക്ക് ഇതിനെ പറ്റിയുള്ള ആധികൾ ഇനി എന്തെങ്കിലും പറഞ്ഞ് ഇദ്ദേഹത്തെ രക്ഷിക്കാമെന്നുള്ള പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ടും മറ്റൊരു ടേണിലേക്ക് പോവുകയാണ്. പോലീസ് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ പോലും ഏതെങ്കിലും ഒരു വ്യക്തികൾ പരാതി പറഞ്ഞാലോ, കാരണം ഇത് സെക്സ്പ്ലോയിറ്റേഷന്റെയോ റേപ്പിന്റെയോ മാത്രം കേസല്ല. ഫോഴ്സ്ഡ് അബോർഷൻ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അതിന്റെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ പോലീസിന് കേസ് എടുത്തേ പറ്റുള്ളൂ. മുകേഷിന്റെ കാര്യത്തിലും പോലീസ് കേസ് എടുക്കുകയും അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയും തന്നെയാണ് ചെയ്തത്. അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് ഇത്തരം നൂലാമാലകളിൽ ചേർന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ അകത്തുള്ള, ഞാൻ പിന്നെയും പറയുന്നു, വനിതാ നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഭീകരമായ സൈബർ അറ്റാക്ക്, വി.ഡി. സതീശൻ കൃത്യമായിട്ട് ഒരൊറ്റ സ്ത്രീക്കെതിരെയും വാക്കുകൊണ്ട് ഒരു അസഭ്യം പറയരുത് എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തതിന് ശേഷവും ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്നാണ്. ഇപ്പൊ എനിക്കെതിരെ നിരന്തരം അക്രമം വരുന്നുണ്ട്. ഞാനതിൽ കൺസേൺഡ് അല്ല, വെറീഡ് അല്ല. എനിക്ക് അതിനുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ അതിൽ കൺസേൺഡ് ആണ്. ഒരു ചെറിയ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവളുടെ പാർട്ട്ണർ ഭാഗത്തു നിന്നുള്ള പ്രഷർ, അവളുടെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, അവളുടെ പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രഷർ, ഇതിനുശേഷം തന്നെ എങ്ങനെ ഈ ലോകം കാണുമെന്നുള്ള വലിയ ആധി, ഇതിനെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടാണ് റിനിയെ പോലെയോ ഹണിയെ പോലെയുള്ള 1-2 പേർ ആദ്യം പറഞ്ഞത് ലക്ഷ്മി പത്മയോടാണെങ്കിൽ ഇന്ന് ആ കുട്ടി പേര് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചെയ്യുന്നത് ഇവർക്ക് വെളിപ്പെടാനുള്ള ഒരു സാഹചര്യവും ഒരുക്കാതെ അവരെ സ്റ്റിഫിൾ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന് പറയാണ്. മാത്രമല്ല, കേരളത്തിന്റെ അതിവിചിത്രമായ ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളെ വിഷകന്യക എന്ന് വിളിക്കുന്ന കവികളുള്ള നാടാണ് നമ്മുടേത്. അവർ വിഷകന്യകളാണെന്ന് പറയുന്ന ആളുകൾ, കവികൾ, വലിയ സെലിബ്രേറ്റ്